മിസ്റ്റർ ജിത്തുഭായ്, യെസ്, മമ്മൂക്ക റിലേറ്റഡ് കോണ്ടന്റ് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങളും ചോദിച്ചിരുന്നു എന്നോട് എന്തേ ചെയ്യണില്ലേ. സി, ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞുതരാം. ജിത്തുഭായിക്ക് അറിയുന്നതാണ്. ജിത്തുഭായി ഉള്ളപ്പോൾ തന്നെ ഞാൻ 1-2 പേരൊക്കെ വിളിച്ച് ചോദിച്ചില്ലേ എന്താണ് വിഷയം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ അതിൽ? അതെ, എന്തെങ്കിലും എന്താ അതിന്റെ റിയാലിറ്റി എന്നുള്ളത് നമ്മൾ നമ്മളെ വഴിക്ക് നമ്മൾ നോക്കി. അവർക്കാർക്കും ഈ പറഞ്ഞ പോലെ മമ്മൂക്കാക്ക് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉള്ളതായിട്ട് അവരുടെ അറിവിലില്ല. അന്വേഷിച്ചതൊക്കെ സിനിമാ ഫീൽഡിലാണെന്നുള്ളതാണ്. അതെ. അപ്പോൾ മറുനാടൻ മലയാളി ബ്രേക്ക് ചെയ്ത ഈ ഒരു വാർത്ത, ഓക്കെ, ആ ഒരു വാർത്തയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനകത്തും രാവിലെ മുതൽ രാത്രി വരെ അടിച്ച് പെറുക്കിയിരിക്കുന്ന 24/7 ഇതിൽ ഇൻവെസ്റ്റഡ് ആണ് ലിറ്ററലി എന്ന് പറയാൻ പറ്റും. എന്നിട്ട് പോലും മമ്മൂക്ക റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ പോസ്റ്റോ അല്ലെങ്കിൽ ചർച്ചകളോ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് എൻ്റെ കണ്ണിലോ ചെവിയിലോ പെട്ടിട്ടില്ല. മറുനാടൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് കേരളം തന്നെ അറിഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ മമ്മൂക്ക അടക്കം അറിഞ്ഞത് അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക്. അപ്പോൾ ഒരു വരുൺ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ എക്സ് ഹാൻഡിലിനകത്ത് വന്നിട്ടുള്ള ഒരു പോസ്റ്റിൽ നിന്നാണ് ഈ വിഷയങ്ങൾ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വരുൺ ആറിൻ്റെ എക്സ് ഹാൻഡിൽ വന്ന ഈ ഒരു പോസ്റ്റിനകത്ത് #AJFC ഹാഷ്ടാഗ് കൊടുത്തിട്ടുള്ളത് MMMN എന്നാണ്. MMMN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ മമ്മൂക്ക ലാലേട്ടൻ പടം സിനിമ, ആ സിനിമയുടെ റിലേറ്റഡ് ആയിട്ടാണ് ഇതിൽ ഹാഷ്ടാഗ് ഇട്ടതും. ഷൂട്ടിംഗ് പോസ്റ്റ്പോണ്ടഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ. ഓക്കെ, ഹി ഈസ് diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഹാൻഡിൽ വന്നിട്ടുണ്ടായിരുന്ന മമ്മൂക്ക ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്. ഇത് വെച്ചിട്ടാണ് മറുനാടൻ വീഡിയോ ചെയ്തത്. മറുനാടൻ്റെ വീഡിയോയിൽ മമ്മൂട്ടിയെ ക്യാൻസർ ബാധിച്ചോ, സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ്. അതുവരെ കൊടുങ്കാറ്റ് ഉണ്ടായിട്ടില്ല. മറുനാടൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇത് കൊടുങ്കാറ്റായത്. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഞാൻ കുറേ കാലമായിട്ട് മറുനാടൻ മലയാളി ചാനൽ കാണുന്ന ഒരാളാണ്. എൻ്റെ ഒരു ഊഹാപോഹം വെച്ചിട്ട് ഇപ്പം നിങ്ങൾ ഈ കാര്യത്തിൽ ഒരുപാട് പേര് മമ്മൂട്ടിയുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ ചെയ്ത് കണ്ടു കാണും. മമ്മൂക്കയുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ഊഹം വെച്ച് പറഞ്ഞത് കാണും. ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വേർഷൻ നിങ്ങൾക്ക് തന്നു കാണും പലരും. മറുനാടൻ്റെ വീഡിയോ വെച്ചിട്ട് തന്നെ പലരും അവരുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു കാണും. ഓക്കെ, വർഷങ്ങളായിട്ട് മറുനാടൻ മലയാളിയുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇന്നത്തെ 2ാമത്തെ വീഡിയോ വന്നപ്പോൾ എനിക്ക് കോൺക്രീറ്റായി. ഈ വീഡിയോനകത്ത് മമ്മൂക്കയുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പോസ്റ്റ് വെച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് ബിൽഡ് ചെയ്തു എന്നാണ് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന വേറൊരു ടൈം ബോംബുണ്ട്. ഈ കോണ്ടന്റിനകത്ത് വേറൊരു ടൈം ബോംബ് മലയാളി സെറ്റ് ചെയ്തിട്ടുണ്ട്. മറുനാടൻ മലയാളി സാജൻസ് കറിയെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലേറ്റഡാണ്. MMM എന്ന് പറഞ്ഞ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. അങ്ങേർക്ക് ഇപ്പം ഈ വ്യക്തി ഇങ്ങനെയാണ്, ഇങ്ങേർക്ക് ഒരു കാര്യത്തിനെ കുറിച്ചൊരു ലീഡ് കിട്ടും അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടോ ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അടിക്കാനുള്ളത് അങ്ങനെ അടിക്കും. ഇൻഡയറക്റ്റ് അടിക്കാനുള്ളതിന് എപ്പോഴും അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, ആദ്യം ഒരു പുകമറ വെച്ചിട്ട് അടിക്കും. എന്നിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നോക്കും. എന്നിട്ടേ അതിൻ്റെ മെയിൻ സാധനം എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് വിവരം കിട്ടിയാലേ അതിൻ്റെ സാധനം കൊണ്ടുവരും. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മമ്മൂക്ക റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഇട്ട വീഡിയോ ഇന്നിട്ട വീഡിയോൻ്റെ തംബ്നെയിൽ നിങ്ങളെല്ലാവരും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ സമയമെടുത്ത് ചെയ്തത്. മമ്മൂട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് ആരോ പറഞ്ഞു. ഓക്കെ, കുഴപ്പത്തിലായത് മെഗാ സിനിമ. വാട്ട് ഈസ് ദിസ് മെഗാ സിനിമ? ഇയാൾ പറയുന്ന മെഗാ സിനിമ ഏതാ? MMN. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, നയൻതാര, പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, ഇത്രയും വലിയ സിനിമയാണ്. ഫൈൻ, അതെന്തിനാ ഈ കുഴപ്പത്തിലായത് മെഗാ സിനിമ എന്ന് പറയാൻ കാരണം? സോ മെഗാ സിനിമ എന്തോ കുഴപ്പത്തിലാണ്. ആൻഡ് മറുനാടൻ എനിക്ക് അറിയില്ല, അയാൾക്ക് എന്തോ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അത് കൺവേ ആക്കണ ആൾക്ക് അതിനു വേണ്ടി ചെയ്തൊരു കോണ്ടന്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാനിതെടുക്കുന്നത്.
ബിക്കോസ് എൻ്റെ ഒരു സോഴ്സിലും മമ്മൂക്കാക്ക് ഇത്രയും ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല, ആരും പറയുന്നില്ല, നോ ഒഫീഷ്യൽ കൺഫർമേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് മറുനാട് ഇട്ട വീഡിയോക്ക് ആദ്യം നോക്കിയാലോ. അല്ല, ഞാൻ ആലോചിക്കുന്നത് അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു സംഗതിക്ക് എത്തിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മനുഷ്യന്റെ ലൈഫ് വെച്ചിട്ടാണോ ഇയാൾ ഈ തോന്നിയ ദിവസം കളിക്കാന്നുള്ളതാണ്. അതായത് മമ്മൂക്കാക്ക് മനുഷ്യന്മാർക്ക് ശാരീരികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ മമ്മൂക്കാക്കും വരും. സൂപ്പർ ഹ്യൂമൻ, സൂപ്പർ പവർ, സൂപ്പർ നാച്ചുറൽ ഒന്നും അല്ലല്ലോ. സാധാരണ ഒരു ഓർഡിനറി ഹ്യൂമൻ ബീങ് മനുഷ്യന്റേതായിട്ടും വയസ്സിന്റേതായിട്ടുള്ള അസുഖങ്ങളും മമ്മൂക്കൊക്കെ വരും. പക്ഷെ ഇയാള് മുൻകൂട്ടി കണ്ടു വരും എന്നുള്ളത് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഇങ്ങനെ ഇട്ട വീഡിയോ. ഓക്കെ, ഫസ്റ്റ് വീഡിയോന് ഫസ്റ്റ് പോർഷൻ. നമസ്കാരം. 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങളും വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത്ത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനി ലെജിറ്റിമേറ്റ് സ്കോപ്പ്. അപ്പോൾ വരുൺ മറുപടി ഇട്ടിരിക്കുന്നു, കോളൻ ക്യാൻസർ, പ്ലാനിങ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ്, നൗ ഇൻ അപ്പോളോ ചെന്നൈ. ഇതാണ് മറുനാടൻ്റെ ഇനീഷ്യൽ സാധനം. അതിനകത്തും എന്തുണ്ട്, MMMന്റെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇനിയൊന്ന് ഈ ചർച്ച കാരണം ഏറ്റവും കൂടുതൽ മമ്മൂക്കാടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം വന്നുകൊണ്ട് കോളൻ ക്യാൻസർ ഭയങ്കരമായിട്ട് അവയർനെസ് ആയി. കുറേ പേര് ഡോക്ടേഴ്സ് വീഡിയോ ചെയ്ത് എന്താണ് കോളൻ ക്യാൻസർ, എന്തൊക്കെ നമ്മൾ നോക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് കോളൻ ക്യാൻസറിനെ കുറിച്ചുള്ള അവയർനെസ് എന്താണെങ്കിലും ഇവിടെ ഇന്നലെ മുതൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല വ്യൂവർഷിപ്പ് കിട്ടുന്നു, നല്ല കാര്യം, പോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഇവിടെ മമ്മൂക്കാൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഹെൽത്താണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മമ്മൂക്ക റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്ര സീരിയസ് ഇൽനെസ് ഉള്ള ഒരാളുടെ ഹെൽത്ത് കണ്ടീഷൻ അടുത്തുള്ള ആരും എന്ത് ചെയ്യില്ല, ഉണ്ടെങ്കിൽ തന്നെ പ്രൈവസി കീപ്പ് ചെയ്യും. 2, ഇത് പറഞ്ഞു കൊടുത്ത ഭീകരന്മാരുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു. 3-ാമത്തെ കാര്യം, ഇങ്ങനൊരു ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒരു വ്യക്തിക്ക് വരുമ്പോൾ അയാളുടെ പ്രൈവസി മാറ്റേഴ്സ് എന്നുള്ളൊരു ചോദ്യം ഇതിലെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അൾട്രാ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു ബേർഡൻ എന്താണ്, ഇതാണ് പ്രൈവസി കീപ്പ് ചെയ്യാൻ വളരെ പാടായിരിക്കും. ഒപ്പം നിൽക്കുന്ന നിഴൽ പോലും എന്ത് ചെയ്യും, സത്യമാണ്. അതെ, എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരുടെങ്കിലുമൊക്കെ വായന്ന് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും അതുള്ളതാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആണെങ്കിലും മീഡിയാസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി. ഇപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്നതും ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതും മറുനാളിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതെന്താ, നമുക്കാണ് ഹെൽത്ത്, അത് സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുവാ അല്ലേ, അല്ലാതെ ആ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചത് കണ്ടിട്ട് ഇതാക്കാനൊന്നും അല്ലല്ലോ, നമ്മളെ കൺസേൺ ആണ് ആ വ്യക്തിയോട്. ഒന്നാമെന്ന് വെച്ചാൽ ഇയാളെ പോലത്തെ ഒരാള് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പുറത്ത് വിടുമ്പോൾ പിന്നീട് ആളുകൾക്ക് എല്ലാവർക്കും എന്തായിരിക്കും പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് എന്തായിരിക്കും മമ്മൂക്കയ്ക്ക് പറ്റിയെന്നുണ്ടാവും, ചില ആൾക്കാർക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാവും, അതെന്താണ് മലയാള സിനിമയിൽ സംഭവിക്കുന്നത്, ഒരു വലിയൊരു നടൻ എന്ത് സംഭവിക്കുന്നു അറിയാനുള്ള ഒരു താല്പര്യം. ചില ആൾക്കാർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ എന്നെയൊക്കെ പോലത്തെ ആൾക്കാർക്ക് അയ്യോ എന്താണ് മമ്മൂക്കയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ആ ഒരു ന്യൂസ് കിട്ടാനുള്ള ഒരു രസം. അങ്ങനെ പല ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒരേ ലക്ഷ്യമായിരിക്കും, സംഗതി എന്താണെന്ന് അറിയാം. അതിന്റെ മുകളിലാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഇനി മമ്മൂക്കാടെ ഹെൽത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സോഴ്സുകളിൽ എവിടെയും വലിയൊരു ഇഷ്യൂ മമ്മൂക്കാക്കുള്ളതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടില്ല. മമ്മൂക്കാക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഉണ്ടാവാം, ഓക്കെ, ബിക്കോസ് ഹെവി ഷൂട്ടിംഗ് ആണ്, ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോക്കാണ്. സോ കൺസിഡറിങ് ഹിസ് ഏജ്, അങ്ങേരുടെ ഏജ് മാത്രമല്ല എല്ലാവരുടെ ഏജും ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ, കാരണം ഓരോ രാജ്യത്ത് നിന്ന് മാറി മാറി പോകുന്ന മനുഷ്യന്മാരാണ്.
അത്രയും ഫാസ്റ്റായിട്ട് അവരെ ഷൂട്ടിങ് തീർക്കണം എല്ലാം പോകുമ്പോൾ ആരാണെങ്കിലും ഒരു തളർച്ച വരും. PR ടീം വന്ന് പറഞ്ഞു ഒരു വിഷയവും ഇല്ല എന്നുള്ള കുറേ പോസ്റ്റുകളൊക്കെ കണ്ടു. ഒഫീഷ്യൽ മമ്മൂക്കാൻ്റെ PR ടീം ആരാന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ എവിടെ എനിക്ക് അങ്ങനെ ഒരു PR ടീം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല, ആരാന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ട് ആരോഗ്യാവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഞാനും ഒരു എന്തോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ അറിവുള്ളത്. ഇപ്പോഴും എല്ലായിടത്തും മേജറായിട്ട് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് അത്രയും വിഷയങ്ങളുള്ളൂ എന്നുള്ളതാണ്. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മളിപ്പോൾ ഫൈനലായിട്ട് അറിഞ്ഞത് ഇതാണ് അല്ലേ, സീനൊന്നുമില്ല. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഒഫീഷ്യലായിട്ട് എങ്ങനെയാണ് വരിക പുറത്ത്? ഇപ്പോൾ ഒരു മേജർ സെലിബ്രിറ്റി, ഒരു പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ആയിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പുറത്ത് വരിക? മെഡിക്കൽ റിപ്പോർട്ട്, ബുള്ളറ്റിൻ, അങ്ങനെയാണ് വരിക. അങ്ങനെയല്ലേ വരിക? അതുവഴിയാണ് എന്ത് ചെയ്യുക, ഇവൻ മീഡിയാസ് അടക്കം എല്ലാവരും അറിയുക. ഫൈൻ, അപ്പോൾ അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മമ്മൂക്ക സേഫ് ആയിട്ടിരിക്കട്ടെ. നമ്മളെല്ലാവരും കാണുന്ന പോലെ ഇനി മമ്മൂക്കാൻ്റെ കുറേ സിനിമകളും ഇതൊക്കെ ആയിട്ട് അപ്പം ഇത് ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്കാർക്കൊക്കെ ക്ലാരിറ്റി ഇല്ല വരണം എന്നുള്ള പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു മോശം എന്നുള്ള പോലെയാണ്. ചിലരൊന്നും ഇല്ലാതെ ആ മനുഷ്യന് ആരോഗ്യവാനായിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ മമ്മൂക്ക ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് അവിടെ വയ്ക്കട്ടെ. എൻ്റെ ക്യൂരിയോസിറ്റി ഇതിലല്ല. ഞാൻ ആദ്യം പറഞ്ഞേക്കാണ് ഞാൻ വീണ്ടും പോകുന്നത്. വൈ ദിസ് MMM കുറിച്ചുള്ള ചർച്ച ഇതിൽ കൂടുന്നു, അതാണല്ലോ നമ്മളെ ടോപ്പിക്ക്. ഞാനിവിടെ മറുനാടൻ്റെ ഇതേ വീഡിയോയുടെ ഹെൽത്ത് ഇഷ്യൂ പറയുന്ന വീഡിയോൻ്റെ സെക്കൻഡ് പോർഷൻ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പോർഷൻ ഫസ്റ്റ് വീഡിയോയുടെ. ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ 2ാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും. ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണ ആരോഗ്യവാൻ തന്നെയാണ്. എന്നാൽ ചില രോഗങ്ങളുണ്ട്, അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ബ്രിട്ടനിലുള്ള 2 പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത്. അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല, നേരെ മറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. മഹേഷ് നാരായണന്റെ ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ഈ പീരീഡ് മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 150 ദിവസത്തോളം ഷൂട്ടിംഗ് ഉള്ള മെഗാ സിനിമയാണ്. സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല, പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫസിലും കുഞ്ചാക്ക ബോബനും ആസിഫ് അലിയും നയൻതാരയും ഒക്കെ ഉൾപ്പെട്ട മെഗാ സിനിമയാണിത്. കുറഞ്ഞത് 100 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് കണക്കാക്കപ്പെടുന്നത്. ആൻഡോ ജോസഫാണ് പ്രധാന നിർമ്മാതാവ്. ആൻഡോ ജോസഫിന്റെ സഹായിയായി പലരും എത്തുന്നുണ്ട്. എന്നാൽ ഈ സിനിമയുടെ ഭാവി ഇത് ബാധിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ വ്യക്തമായി പുറത്തു വരുന്നു. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും UK-യിലും ഒക്കെ ധാരാളം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട വലിയൊരു ക്യാൻവാസിൽ രൂപം കൊടുക്കുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണൻ സിനിമ. ഡൽഹിയിൽ ഫെബ്രുവരി 20-ാം തീയതി ഷൂട്ടിംഗ് പൂർത്തിയാക്കി പാക്കപ്പ് ചെയ്തതിനു ശേഷം മാർച്ച് 3-ന് ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടതാണ്. എന്നാൽ മമ്മൂട്ടിയുടെ അനാരോഗ്യം പരിഗണിച്ചത് മാർച്ച് 27-ലേക്ക് മാറ്റിയിട്ടുണ്ട്. മാർച്ച് 27-നും ആ ഷൂട്ടിംഗ് പുനരാരംഭിക്കില്ല എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല ഏപ്രിൽ മാസത്തോടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലണ്ടനിൽ നടക്കേണ്ടതാണ്, അതും മാറ്റിവെച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. ആൻഡോ ജോസഫിനെ ഫണ്ട് ചെയ്ത പലരും വലിഞ്ഞതുകൊണ്ട് സിനിമയുടെ സാമ്പത്തിക അവസ്ഥയിൽ ഒരു പ്രശ്നമുള്ളപ്പോൾ തന്നെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നവും ശക്തമാവുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്നലത്തെ വീഡിയോന്റെ സെക്കൻഡ് പോർഷൻ, ഇന്നത്തെ വീഡിയോന്റെ ഒരു പോർഷനെ വെച്ചിട്ടുള്ള എന്താ ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത്? ഇത് മമ്മൂക്കയുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരമാണോ ഇവിടെ സ്ട്രെസ്ഡ് ആവുന്നത്? അല്ല, ഈ രണ്ടാമത് വന്ന പോർഷനിൽ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ വിഷയങ്ങളും അതിൽ സിനിമയിലെ ഫണ്ടിങ്ങിന്റെ വിഷയങ്ങളും ആ സിനിമയിലെ മെഗാ സിനിമയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിങ് ഇഷ്യൂസ് അതാണ് ഇതിൽ സംസാരിക്കുന്നത്. കാരണം ഇപ്പൊ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് മമ്മൂക്കാന്റെ വിഷയങ്ങളും അസുഖങ്ങളും കാര്യങ്ങളുമാണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും പറയേണ്ടത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല, അയാൾ അത് മാറ്റി നിർത്തി ഇതിനെപ്പറ്റി പറയാൻ അല്ലേ? കാരണം മമ്മൂക്കാന്റെ ഒരു വിഷയം ഫസ്റ്റ് പറഞ്ഞത് ഒരു അസുഖത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഇതിനകത്ത് കംപ്ലീറ്റ്ലി എനിക്ക് ഞാൻ കാണുന്ന ഒരു ആംഗിള് പറയാം. ഞാനിപ്പോൾ ഈ പല വിഷയങ്ങളും വീഡിയോ എടുത്ത് കാണുമ്പോൾ എനിക്കറിയാൻ പാടില്ലേ ഞാൻ സാധാരണ ഒരാൾ കാണുന്ന ആംഗിളിലാണോ വീഡിയോ കാണുന്നതെന്നുള്ളത്. എനിക്ക് കാണുന്ന സമയത്ത് എൻ്റെ ക്യൂരിയോസിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് പോവുക. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ തോന്നിയൊരു കാര്യം,
മമ്മൂക്കാടെ ഹെൽത്ത് ഇഷ്യൂ ഇറ്റ്സ് ദെയർ. ഡൽഹിയിൽ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞു. ഡൽഹിയിലെ പൊല്യൂഷനും അവിടുത്തെ ഒരു നമുക്കറിയാലോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മമ്മൂക്കാക്കുന്നല്ല ഒരുപാട് പേർക്ക് ആ സെറ്റിൽ വന്ന ഒരവസ്ഥ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഷൂട്ടിങ് ഈ സിനിമ കുറേ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വിഷയങ്ങളും ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഹെക്റ്റിക് ഷെഡ്യൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് കൺസിഡറിങ് ഹിസ് ഏജ് ചെറിയ എന്തെങ്കിലുമൊക്കെ മൈനർ ഇഷ്യൂസ് കാണും. അതിന് ഊതിപ്പൊരിപ്പിച്ച് ആദ്യം കാണിച്ച് പിന്നെ ഒരു എന്താ പറയുക, ഒരു റാൻഡം പ്രൊഫൈലിൽ ആ എക്സ് പ്രൊഫൈലിലുള്ള കുറേ പോസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കാം. ആ എക്സ് പ്രൊഫൈലിൽ ആ ചെങ്ങായി ഇട്ടിട്ടുള്ള അട്രോഷ്യസ് സാധനങ്ങളാണ്. ആ സാധനം എടുത്തു കൊടുന്ന് വെച്ചിട്ട് അതൊരു വളരെ ക്രെഡിബിൾ സോഴ്സാണെന്ന് പറഞ്ഞിട്ട് കുറേ പേരോട് ചോദിച്ചു എന്നൊക്കെ പറയും. ആരോടാ ചോദിക്കാൻ പറ്റുക? മമ്മൂക്കാൻ്റെ വിഷയങ്ങൾ ആരോടാ ചോദിക്കുക? ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളല്ലേ ചോദിക്കുന്നത്. ആ ആളുകൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കൂല. അവര് തമ്മിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. വളരെ പാടാണ് അത് പറഞ്ഞു കൊടുക്കാനും അത് തമ്മിലെത്താനും. അതും പ്രത്യേകിച്ച് മമ്മൂക്കാൻ്റെ കേസിൽ ഇത്രയും മമ്മൂക്കാനെ സ്നേഹിച്ചിട്ടും മമ്മൂക്ക അവരെ സ്നേഹിച്ചിട്ടുമാണ് ഇത്രയും ഒപ്പമുള്ള ആളുകളെ കൊണ്ടുനടക്കുന്നത്. സോ അത് ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇൽനെസ് കാണും, ചെറുത് എന്തെങ്കിലും ആയിരിക്കും, റെസ്റ്റ് എടുത്താൽ മാറും. ഇത്രയേ ഉള്ളൂ ആ സ്കീം. പിന്നെ ദുൽഖർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പെരുന്നാളാണ്, ഈ പറഞ്ഞ നോമ്പാണ്, ഫാമിലീൻ്റെ ഒപ്പം അല്ലേ. ഇപ്പൊ ഉപ്പാക്ക് ചെറിയൊരു പനിയും ജലദോഷം ആണെങ്കിൽ പോലും അവർ തമ്മിലുള്ള ബോണ്ടിൽ ആ മനുഷ്യൻ ഇവിടെ എത്തും. അത് ഉപ്പയും മോനും തമ്മിലുള്ള ഒരു ബോണ്ട്. ഇതൊക്കെ ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത് ഈ സിനിമേൻ്റെ ഫണ്ടിങ്, ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസേഴ്സ് ലൈന്, ഇതിനെ റിലേറ്റഡ് ആയിട്ട് മറുനാടൻ മലയാളിക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട്. ഫോർ മീ, എനിക്കതാ തോന്നുന്നത്. ബിക്കോസ് ഈ സിനിമേൻ്റെ ഇത് എത്ര പേര് നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, പക്ഷെ ഞാനിതൊക്കെ നോക്കി ശ്രദ്ധിച്ചു പോകുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സലീം റഹ്മാൻ ഇതാണ് വ്യക്തിയുടെ പേര്. ആൻഡ് ഇഫ് യു വിൽ ആസ്ക് ഹൂ ഈസ് സലീം റഹ്മാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. MMMൻ്റെ ആൻഡോ ജോസഫ് മെയിൻ പ്രൊഡ്യൂസർ വിത്ത് CR സലീം ആൻഡ് സുഭാഷ് മാനു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ലൈനിൽ കാണുന്ന പേരുകൾ. സോ ദിസ് ഗൈ ഇയാൾ ഇട്ടിട്ടുള്ള പോസ്റ്റ്, ഓക്കെ, ഈ ഒരു മമ്മൂക്കാടെ ഹെൽത്തും സിനിമയിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ഈ വ്യക്തി ഇട്ടിട്ടുള്ള പോസ്റ്റാട്ടോ. ഇതിൽ മമ്മൂക്കാനൊപ്പം നിൽക്കുന്ന ഫോട്ടോ, ഈ ലൊക്കേഷനിലെ ഫോട്ടോസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, ഇതിനകത്ത് ലാലേട്ടനും ഉണ്ട്, മമ്മൂക്കയുണ്ട്. ഓക്കെ, ഇനി ഈ വ്യക്തിയുടെ പോസ്റ്റ് ഞാനിവിടെ വായിച്ചു തരാം. മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ. ഓക്കെ, സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്ക് മുതലുള്ള ബിസിനസ് കൂടിയാണ്. ഇപ്പോൾ ഇക്കൂട്ടർ പുതുതായി വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആൻഡോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാറർ ചിത്രത്തിനെ കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടിങ്ങുകളും ഡൽഹി ഷെഡ്യൂളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടുകൂടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ചിത്രം ഇനി പുനരാരംഭിക്കുന്നില്ലെന്ന വ്യാജ വാർത്തകളാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യവും മൂലവും ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ നിർമ്മാതാക്കൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, സിനിമ വളരെ മനോഹരമായും ലളിതമായും അതിൻ്റെ പരിപൂർണതയിലാണ്. മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കാൻ മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും. ഓക്കെ, ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള, ഓക്കെ നോട്ട് ചെയ്യണം, ഇതിലാണ് ആ സംഗതി പറയുന്നത് കേട്ടോ, വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി സംഭവിക്കാവുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കാക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെയും പൊടിപ്പും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരുമെല്ലാം ആ നടനും മലയാളികൾക്കും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ്.
സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആർക്കില്ല, അവിടെ ഉണ്ടായിട്ടില്ല. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടമാണ്. ഇത്തരം നിരുത്തരവാദിത്വപരമായ വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിൻ്റെതായ അവജ്ഞതയോടുകൂടി തള്ളിക്കളയണമെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് MMMNന്റെ നിർമ്മാതാക്കൾ പറയുന്നു. നിർമ്മാതാക്കൾ തന്നെ പറയുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഹെൽത്ത് ഇഷ്യൂ, ഹെവി ഷൂട്ടിന്റെ കാരണം കൊണ്ട് പലർക്കും വന്നിട്ടുണ്ട്, നമുക്കാക്കും വന്നിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കൊരു ഫണ്ടിന്റെ പ്രശ്നമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മറുനാടൻ മലയാളിയുടെ വീഡിയോയിൽ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഫണ്ട് റിലേറ്റഡ് ഇഷ്യൂ. സിനിമ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കാൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നമല്ല, ഫണ്ടിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതും ഫണ്ട് ചെയ്യുന്നവരുടെ സോഴ്സിൽ വന്ന കുറേ സംശയങ്ങൾ കൊണ്ടാണ് എന്നുള്ളതുമാണ് മറുനാടൻ മലയാളി പറയുന്നത്. അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, മറുനാടൻ മലയാളി ഈ സാധനം പൊതിഞ്ഞു കൊണ്ടുവന്നത് മമ്മൂക്കായുടെ ഹെൽത്തിലാണെങ്കിലും ഹീ വാണ്ട് ടു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇത് കൃത്യമായിട്ട് ഇപ്പുറത്ത് കാണിച്ചോ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് കൊണ്ടുവന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇവരും പ്രൊഡ്യൂസേഴ്സും ഈ ഇട്ട ഇതിലെന്താ പറയുന്നത്, ഞങ്ങൾ തമ്മിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അയാൾ ആ ഒരു സാധനത്തേക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടാവല്ലോ. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു മാറ്ററിന് കൂടുതൽ അറ്റൻഷൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ പറയട്ടെ, പക്ഷെ എന്നാൽ പോലും മറുനാടൻ മലയാളി വലിയ ഇതായില്ല. ഓബിയസ്ലി ഈ പറഞ്ഞ പോലെ അയാളുടെ കണ്ടന്റ് മേക്കിംഗ് കാണുമ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ നോക്കിയത്. ഇപ്പം ഈ പ്രൊഡ്യൂസറാണ് എന്ത് വന്നത്, ഈ പോസ്റ്റായിട്ട് വന്നത് അല്ലേ? മറുനാടൻ മലയാളി ഹിറ്റ് ചെയ്തു, നമുക്ക് ഒരു കോമൺ ഓഡിയൻസ് മനസ്സിലായോ? ഇല്ലല്ലോ. സാധാരണക്കാരനും മമ്മൂക്കാൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ്. പ്രൊഡ്യൂസർക്ക് കൃത്യമായി കൊണ്ട് പോസ്റ്റായിട്ട് വന്നേ. ഈ ഇവരെ പ്രൊഡ്യൂസറുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇന്നലെ എന്തോ ഒരു ഓഡിയോ പോലത്തെ ഒരു സാധനം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഫോളോ ചെയ്ത് കിട്ടിയില്ല, അതിന് മുന്നേ ഡിലീറ്റ് ആയിപ്പോയി. സംതിങ് റിലേറ്റഡ് ടു ദിസ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് ആ ഓഡിയോ കേട്ടൊരു വ്യക്തി ഇന്നായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു സാധനം കിട്ടി എനിക്ക്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ടും ഞാൻ പേഴ്സണലി കേൾക്കാത്തത് കൊണ്ടും ആ ഒരു പെർട്ടിക്കുലർ ഓഡിയോ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാൻ കാണാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ there is something ഫ്ലെയറിങ്, അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് ഈ MMMന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റും. മമ്മൂക്കാൻ്റെ ഹെൽത്ത് പറയുമ്പോൾ അതിൽ മമ്മൂക്ക ഇതിനിടയിൽ എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവും ഇല്ലേ? മമ്മൂക്കാൻ്റെ വരാൻ പോകുന്ന സിനിമയല്ലേ, അതിൻ്റെ പ്രൊമോഷൻസ് നടക്കണ്ടേ? ബസൂക്ക വരണ്ടേ, അതിൻ്റെ പ്രൊമോഷന് മമ്മൂക്ക ഇറങ്ങണ്ടേ? ഇപ്പം ഷൂട്ടിങ് നടക്കുന്ന സിനിമ അവിടെ നിൽക്കട്ടെ. ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് റിലീസിന് റെഡി ആയിട്ട് ഇരിക്കുന്ന സിനിമയ്ക്ക് മമ്മൂക്കാടെ ഹെൽത്ത് റെഡി ആയില്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസ് നടക്കൂ. നമുക്ക് വന്നില്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസ് ഓടുമോ? ഈ സിനിമയ്ക്ക് ഇനിയും ടൈം ഉണ്ടെന്ന് വിചാരിക്കും, ആ സിനിമയ്ക്ക് സമയമില്ല. അതിനെക്കുറിച്ചല്ലേ കൂടുതൽ ഡിസ്കഷൻ ഇവിടെ വരണ്ടേ? അത് വന്നോ? അല്ല, ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ അത് പറയാൻ പറ്റുള്ളൂ എന്തായതാന്നുള്ളത്. എന്തോ ഉണ്ട്, മറുനാടൻ എന്തോ പറയാൻ ശ്രമിച്ച്. അല്ല, എനിക്ക് തോന്നുന്നതാണ് ഇനിയും ഇത് റിലേറ്റ് ചെയ്ത് വീഡിയോസ് ഇനിയും വരും. അപ്പോൾ അയാൾ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമയിലെ ബാക്കി കാര്യങ്ങളായിരിക്കും. അല്ല, അപ്പം മൂപ്പര് എന്ത് പറയുന്നറിയോ? ഞാൻ അന്നിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്ന ഒരു ഭാഗം, ഇത് സ്ഥിരം പാറ്റേൺ. അങ്ങനെ മറുനാടൻ മലയാളിയെ സ്ഥിരം പാറ്റേൺ. മറുനാടനാണ് ആദ്യം അത് ബ്രേക്ക് ചെയ്തത്. മമ്മൂക്കാൻ്റെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിലുള്ള ഫണ്ടിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ കൃത്യമായി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പരത് പറയും. സോ മേക്ക് ഐ നോട്ട് ഓഫ് ദിസ്. അല്ല, അയാള് അപ്പൊ അങ്ങനെയും പറയും, അയാൾ ഇതിന്റെ ഇടയിൽ മമ്മൂക്കൊക്കെ ഒരു അസുഖം വരാതിരുന്നിട്ടൊന്നുമില്ല, ചെറിയ അസുഖമാണ് അതാണ് സ്കിപ്പായി പോവുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഇതാണ് എനിക്കെന്താ പറയുക, എനിക്ക് ആ കണ്ടന്റ് കണ്ട സമയത്ത് എവിടെയോ മമ്മൂക്കാടെ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പോകണം. എന്തിനാണ് ഈ MMMNനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയണേന്നുള്ള സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ക്യൂരിയസ് ആയിട്ട് ഇറങ്ങി നോക്കിയതും. ചിലപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നതാവും, അയാൾ പറയണ എന്താന്നുള്ളത് കേൾക്കുന്ന ആൾക്കും അതാണ് അയാൾക്കും മനസ്സിലാവും. ബാക്കി കാണുന്ന സാധാരണക്കാർക്ക് ആൾക്കാർക്ക് മമ്മൂക്കാന്റെ വിഷയം മാത്രമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ അടുത്ത പരിപാടി നോക്കിയിട്ട് വരാം.